ഗൈസ്, അപ്പൊ ഇന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു വീഡിയോ ആയിരിക്കൂല. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പം നമ്മൾ പറയണമെന്ന് ഉദ്ദേശിച്ച സംഭവമല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മന്ത് ആനിവേഴ്സറി ആകാൻ പോവുകയാണ്. നമ്മുടെ കല്യാണത്തിന് മുന്നേ ഇത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ വേണ്ട, ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ എന്തായാലും വെറുതെ ഇത് എടുത്തിട്ട് അവിടെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാനുള്ളത്. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പം പറയാൻ പോകുന്നത്. ഇവളുടെ എൻഗേജ്മെന്റ്, ഇവളുടെ അല്ല നമ്മളത് നമ്മുടെ എൻഗേജ്മെന്റ് നടക്കുന്ന സമയം തൊട്ട് ഞാൻ പേഴ്സണലിയും എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തുനിന്ന്. അത് പൊതുവേ അത് ഞാൻ മുന്നേ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവളോട് റിലേഷൻഷിപ്പ് ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം, അതായത് മേ ബി നിന്റെ സൈഡിൽ നിന്നായിരിക്കാം അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ നേരിടേണ്ടി വരിക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലൈഫ് ഈസ് അൺഫെയർ ഗൈസ്. ആ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നേരെ തിരിച്ച് എനിക്കാണ് വന്നത്. അതായത് ഞാൻ മുന്നേ വിചാരിച്ചത് നമ്മുടെ ഇപ്പം എന്താ പറയാ, ഒരു മാരേജ് എന്ന് പറയുമ്പോൾ സാധാരണ പോയി സാധാരണ നടന്ന് അങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത്. പകരം ഒരു ഗില്ലി യൂണിവേഴ്സ് സ്റ്റൈല് ആയിരുന്നു ഞാൻ ചിന്തിച്ചത്. കുറച്ച് നല്ല അഡ്വഞ്ചേഴ്സും കാര്യങ്ങളെല്ലാം വേണം. അങ്ങനെയൊന്നുമില്ല, അത്രക്കൊന്നുമില്ല, കുറച്ച് കുറക്കാം. പക്ഷേ ഇമോഷണലി ഉള്ള ഫൈറ്റ് ആണ് എനിക്ക് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതും ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന്. ആരാണ് എന്താണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് വെറുതെ അവരെ പറഞ്ഞു ഇതാക്കുന്നില്ല, ആവശ്യമില്ല. കാരണം പൊതുവെ ഇപ്പൊ എൻഗേജ്മെന്റിന്റെ ടൈം ഇതാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കേണ്ട ഒരു മൊമെന്റ് ആണത്. പക്ഷെ എന്നാലും നമ്മളൊരു പ്രൈവസി എല്ലാത്തിനും കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈവസി കീപ്പ് ചെയ്യാൻ ഇൻ ദ സെൻസ്, അതായത് നമുക്ക് വേണ്ടുന്ന മീൻസ് നമ്മുടെ ഫാമിലിനെ കുറച്ചും കൂടി ചേർത്ത് പിടിച്ചിട്ട് കുറച്ച് ഫ്യൂ മെമ്പേഴ്സ് മാത്രം പങ്കെടുപ്പിച്ചിട്ടായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ഇട്ടത്. പക്ഷെ അത് അതേപോലെ തന്നെ നടന്നില്ല. അതായത് നമ്മള് ചുരുക്കം ആൾക്കാരോട് അതെ അതെ വിളിച്ചത് മാത്രമല്ല, എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ ഒരു പബ്ലിക്കലി മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരോടും പറഞ്ഞ് അവരോട് സംസാരിച്ച് എല്ലാരും പങ്കെടുത്ത് അങ്ങനെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ വെറുതെ മീൻസ് ഒരുപാട് ആൾക്കാർ ഇൻ ദ സെൻസ് ഇവളുടെ ഫാമിലിയോ എന്റെ ഫാമിലിയോ ഭയങ്കര ഒരു എന്താ പറയാ ക്രൈസിസിലേക്ക്, ഫിനാൻഷ്യലി ക്രൈസിസിലേക്ക് പോകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ ഇവളോട് ഉദ്ദേശിച്ച സംഭവം. പക്ഷെ എന്തോ എല്ലാം നല്ല രീതിയിൽ നമുക്ക് നടന്നു. അത്ര വലിയൊരു ബേർഡനിലേക്കോ കാര്യങ്ങളിലേക്കോ പോയിട്ടില്ല. നമ്മളുടെ സബ്ജക്റ്റിലേക്ക് വരാം. അതായത് ഈ എൻഗേജ്മെന്റ് ടൈമില് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെയാണ് ഞാനിപ്പം അവര് ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അതിനിടയിൽ എനിക്ക് കുറെ ആൾക്കാരെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു, അല്ലെങ്കിൽ അവരുടെ ചില സ്വഭാവ ദൂഷ്യത്താൽ അവരെനിക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത് ഇപ്പം കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് അവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. നമ്മളെല്ലാം ഒരു സിംഗിൾ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ ആ സിംഗിൾ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ കമ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ സിംഗിളി സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ഉള്ളിലൊരു കുത്തുണ്ടാവും. അപ്പം എനിക്ക് വേറെയും പല പല ആൾക്കാരും ഉണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത ചില കുഴപ്പങ്ങളാണ് ഇവന്മാർക്കുള്ളത്. അതും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് കൂടി ചെയ്യാത്ത ആൾക്കാർക്കായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു ദാറ്റ്സ് കോമൺ, പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു. അപ്പൊ അവര് വിചാരിക്കുന്നത് ഇവനിപ്പോ ഒരു ഇതായി, ഇനിയിപ്പോ ഇവൻ അനുഭവിക്കാൻ തുടങ്ങുകയാണ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നതാണ്. കാരണം നമ്മളെ ഇതിലിപ്പം ആരും പങ്കെടുത്തിട്ടില്ല, മറ്റേതായിട്ടില്ല എന്നെല്ലാം വിചാരിച്ച് നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. അതായത് ഈ എൻഗേജ്മെന്റ് നമ്മൾ പ്രൈവസി ആയിട്ട് വെച്ച് അങ്ങനെ ചെയ്യാന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോഡ് ഈസ് റിയൽ എന്ന് എനിക്ക് മനസ്സിലായത് ആ ദിവസമാണ്, ആ ഡേയിലാണ്. കാരണം നമ്മൾ ആ ദിവസം എന്തൊക്കെയോ ചെറിയ ചെറിയ വീഡിയോസ് ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് എടുത്തിട്ടുണ്ട്. അപ്പോ ഒരുപാട് ആൾക്കാർ, എനിക്ക് അവര് പങ്കെടുക്കാത്തതിലോ ഇതിലോ ഒന്നുമല്ല വിഷമം. കാരണം അവര് ഇമോഷണലി പറയാണ്ട് നമ്മൾ ആരെങ്കിലും ഇമോഷണലി അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നില്ലേ, അതേ രീതിയിൽ കുറെ എണ്ണം വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഒരു തിരിച്ചടിയായിട്ട് ദൈവം തന്നെ ഒരു സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ചെറിയൊരു റീല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്
ക്ലിക്കായി. അതായത് ഒരു 5-10 പോട്ടെ, ഒരു 25 പേരിൽ ഒതുങ്ങുന്ന ആ ചെറിയ കാര്യം ഏകദേശം 3 ലക്ഷത്തിനും മേലെ ആൾക്കാരുടെ ബ്ലെസ്സിങ്ങോടെയാണ് നമുക്കത്. അതായത് ആ വീഡിയോ വൈറലായി. സത്യം പറഞ്ഞ വീഡിയോ വൈറലായെന്ന് വെച്ചാൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് വേറെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് ആ കൊച്ചുങ്ങൾ അവരല്ലേ, അത് അവരുടെ കഥയല്ലേ, ഇത് നമ്മൾ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ ആൾക്കാർ, വേറെ ജില്ലയിലുള്ള ആൾക്കാർ. എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തത്, ഒരു സൈഡിൽ നിന്ന് നമ്മളൊരു ബാഡ്, എന്താ പറയാ, ഒരു ബാഡ് വൈബ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന സമയത്ത് പോസിറ്റീവായിട്ട്, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെക്കാളും കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. അതെനിക്ക് അന്ന് മനസ്സിലായതാ. അന്ന് മാത്രമല്ല, ഈ അടുത്ത് കല്യാണ സമയത്ത് കൂടിയും ഇതേ സംഭവം തന്നെ എനിക്ക് നടന്നിട്ടുണ്ട്. ഒരു കൂട്ടം ജനങ്ങളെ വീണ്ടും, അതായത് ഒരിക്കൽ നമ്മൾ അപമാനിക്കപ്പെട്ടാൽ നമ്മൾ അവിടെ നിർത്തണം എന്നായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു മാന്യത, ബിക്കോസ് അവര് നമുക്ക് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് മറക്കാലോ അങ്ങനെ ഒരു പരിപാടിയോ നമുക്കില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ അവര് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ആവശ്യത്തിന് എല്ലാരും വേണമെന്നില്ല, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുമില്ല. പക്ഷെ എന്നാലും ചെറിയൊരു എക്സ്പെക്ടേഷൻ അതൊക്കെ ഇട്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെയാണ് പലരെയും കണ്ടിരുന്നത്. കാരണം ഈവൻ ദോ നമ്മളത് ഇല്ലെങ്കിലും അവർ നമ്മളെ കൂടെ ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നല്ല ജീവിതം കിട്ടുന്നതിൽ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത്, അല്ലാതെ മാറി നിന്നിട്ട് അങ്ങോട്ട് നിന്നിട്ട് എടാ നിനക്ക് നീ എന്തിനാടാ ഇപ്പൊ കല്യാണം കഴിക്കുന്നേ, നിന്റെ ജീവിതം കുട്ടിച്ചോറാവും. അതായത് ഒരാളുടെ ലൈഫല്ല വേറൊരാളുടെ ലൈഫ്. ഇവർ ഇത് കണ്ടിട്ടാണ് ഒരാളുടെ പറയുന്നത്, അല്ലാതെ അവര് നല്ലോണം ജീവിക്കട്ടെ എന്നല്ല, അങ്ങനെയല്ല പറയുന്നത്. അവര് പറയും എടാ ഇവന്റെ ജീവിതം അങ്ങനെ നിന്റെയോ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് നീ ഇപ്പൊ കല്യാണം കഴിക്കണ്ട. അതൊക്കെ എന്ത് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഒരാളെ ജീവിതം കുട്ടിച്ചോറായെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള എല്ലാവരുടെ ജീവിതം കുട്ടിച്ചോറാവണമെന്നുണ്ട്. നമ്മളെ തിരഞ്ഞെടുക്കുന്ന ചൂസ് ചെയ്യുന്ന പാർട്ട്ണർ എങ്ങനെയാണോ നമ്മളോട് നിൽക്കുന്നത് അതുപോലെ ഇരിക്കും ഓരോരുത്തരുടെ ലൈഫ്. അയാള് കൊള്ളത്തില്ലെങ്കിൽ അവരുടെ ലൈഫും കൊള്ളത്തില്ല, അയാൾ നല്ലയാണെങ്കിൽ അവരുടെ ലൈഫ് അടിപൊളിയായിരിക്കും. അങ്ങനെ എത്രയോ പേരുണ്ട്, എത്ര പേരുണ്ട്. പക്ഷെ പറയുവാണെങ്കിൽ എന്താ നിനക്ക് കൂടുതലുണ്ടായ അങ്ങനത്തെ അനുഭവം അല്ലേ? പക്ഷെ ആ സമയത്ത് നമ്മൾ ചേർത്ത് പിടിച്ചു വെക്കുന്ന കുറച്ച് പേരും കൂടി ഉണ്ട്. അതായത് അവര് വിചാരിച്ചത്, അതായത് ആ ഒരു കൂട്ടം ആൾക്കാർ വിചാരിച്ചത് ശരി ഇവരില്ലെങ്കിൽ അവിടെ ഒന്നുമില്ല എന്നാ. പക്ഷെ എന്നിരുന്നിട്ട് കൂടിയും ഞാൻ ഹായ് ബായ് ബന്ധം വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാരുണ്ട്, ചുരുക്കം ആൾക്കാരുണ്ട്. അവരാണ് കംപ്ലീറ്റ് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളെ കൂട്ടത്തിൽ നിന്നത്. കാരണം അവരോട് നന്ദി പറയാനല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ കണ്ട രീതി അങ്ങനെയായിരുന്നു. ഇപ്പൊ നമ്മള് ഇപ്പൊ ശരി പോടാ എന്ന് പറഞ്ഞാൽ പോലും അവരത് പേഴ്സണലി എടുക്കൂല, പകരം അത് പോടാ എന്നാ നീ പോടാ. ആ ഒരു ഹായ് ബായ് ബന്ധം മാത്രല്ല. കാരണം എന്താ പറയാ, അവര് അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അതായത് നമ്മളിപ്പം അവർക്ക് ഉപകാരം ചെയ്യണമെന്നില്ലെങ്കിൽ കൂടിയും നമ്മളെ ചേർത്ത് പിടിക്കുന്നതും നമ്മളെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും നമ്മളെ ഇഷ്ടങ്ങളെ കൂടെ വരുന്നതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരിൽ പെടുന്ന ആൾക്കാരാണ് ഇപ്പൊ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ മറ്റേ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് കൊണ്ടത് ആർക്കാണെന്ന് കൊണ്ടവർക്ക് മനസ്സിലായി, കാണുന്ന നിങ്ങൾക്ക് മനസ്സിലായി ഇവരെന്തെന്നായി പറയുന്നതെന്നേ തോന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഇവരെന്ത് തേങ്ങയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ നിങ്ങളോട് നമ്മൾ ഈ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മെസ്സേജ് തരാന്നുള്ള ഉദ്ദേശമല്ല, നിങ്ങളോട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ എല്ലാ വീഡിയോസിലും നിങ്ങളെ കാണുന്നുണ്ടാവുക നോർമലി ഉള്ള ചെറിയ ചെറിയ വ്ളോഗ്സ്, കുട്ടി ഫാമിലി വ്ളോഗ്സ്, ഇങ്ങനെയായിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. ഈ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ എപ്പോഴും അവിടെ നടക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിന് കമന്റ് ഉണ്ട്, അതിൽ പറഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പകരം നമ്മൾ നിങ്ങളോടൊരു എന്താ പറയാ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ളത്. കാരണം വേറെ ആരും നമ്മളെപ്പോഴും അധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും എന്താ പറയാ, നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോസ് നമ്മളെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്ന ചെറിയ വീഡിയോസിൽ നിങ്ങളും ഒരു പാർട്ടായിട്ട് അതിനെ എൻകറേജ് ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളത്. എന്നേരാണ് ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗായ്സിന് ഇപ്പം കുറച്ച് കൊള്ളുന്നുണ്ടാവും. അതായത് നന്നായി എന്ന് കാണുമ്പോ ചിലർക്ക് അങ്ങ്
ഒന്ന് ഒരുമാതിരി വരും എന്ന് വെച്ചാൽ അയ്യോ ഇവരിങ്ങനെ ആയാന്ന് ചിന്തിക്കും. കാര്യമില്ല, ഒരു കാര്യമില്ല. അങ്ങനെ ചിന്തിച്ചൊരു മൂലക്ക് ഇരിക്കാനേ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടും കൂടിയുള്ള ഒരു മെസ്സേജ്, അതായത് ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വെച്ച് എല്ലാതും അയാളെ കയ്യിൽ അത് തന്നെ എക്സ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കാനും പാടില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അഡ്വൈസ് തരുമ്പം നല്ല അഡ്വൈസ് ആണ് തരാനുള്ളത്, അല്ലാതെ അവര് ചെയ്യാൻ പോകുന്ന നല്ല കാര്യത്തിനെ ഇങ്ങനെ ഇട്ടങ്ങ് ഓരോന്ന് പറഞ്ഞ് അവരെ അതിൽ നിന്ന് ഇങ്ങനെ പിന്തിരിപ്പിച്ച് മനസ്സ് മടുപ്പിച്ച് നെഗറ്റീവ് അടുപ്പിച്ച് അതിൽ കാര്യമില്ല. പിന്നെ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരാളും പറയുന്നത് ഞാൻ കേൾക്കാറില്ല. പക്ഷെ ഇതേ അവസ്ഥ ഇവർക്കും വന്നിട്ടുണ്ട്, എനിക്ക് മാത്രമല്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമാണ്, എനിക്ക് മാത്രമാണ് ഈ സംഭവിക്കുന്നതെന്നാ. പക്ഷെ ഒരു പോയിന്റ് ഓഫ് സ്റ്റേജ് എത്തിയപ്പോൾ ഇവർക്കും സെയിം അനുഭവം ഇവർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്രയും അടുത്ത് നിന്ന പല ആൾക്കാരും പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് എന്തിനാണ് പോയതെന്ന് വെച്ചാൽ അത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തിനാണ് പോയതെന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു കാര്യവും ഇല്ല. കാരണം എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ തന്നെ, അതുകൊണ്ട് എനിക്കിപ്പോ ആരുണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് ഒന്നുമില്ല. എന്റെ കല്യാണം ഞാൻ ഒറ്റയ്ക്ക് നടത്തും. അങ്ങനെയായിരുന്നു ഇവർ എന്നോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നീ ഇതിനെ പറ്റി എന്തിനാണ് ആലോചിക്കുന്നത് കൂടി. പക്ഷെ എന്ന് വെച്ചാല് നമ്മളാ ബന്ധങ്ങൾക്കൊരു വില കൊടുക്കുന്നുണ്ട്. ആ വില മനസ്സിലാക്കാണ്ട് ഒരു പെണ്ണ് കിട്ടിയപ്പോഴത്തേക്കും അവൻ ആളങ്ങ് മാറി എന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറയുന്ന വെച്ചാൽ നമ്മള് അടുത്തിടെ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നേ, അവര് ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ എന്റേലായാലും ഇവന്റേലായാലും അവര് കല്യാണക്കാര് തന്നെയാണ്. ഇപ്പം ഓരോ കാര്യങ്ങൾ എന്നും മെസ്സേജ് അയക്കുന്നവരോ വിളിക്കുന്നവരോ ഒന്നുമല്ല. പക്ഷെ അവര് കല്യാണം അടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തായി, കാര്യങ്ങളൊക്കെ എന്തായി, ഡ്രസ്സൊക്കെ എടുത്തോ, സെറ്റായോ, എല്ലാം ഓക്കെ ആവും, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ കുറച്ച് പേരുണ്ടായിരുന്നേ. അത് പക്ഷെ നമ്മൾ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ച പലരും ഞാൻ ആ ഏരിയയിലേ കണ്ടിട്ടില്ല. അതിൽ തന്നെ ശരിക്കും പറഞ്ഞ എന്റെ ഒരു കേസിൽ ഞാൻ തെറ്റി പിരിഞ്ഞിട്ടുള്ള ഒരാള് കൂടിയുണ്ട്. ആ പുള്ളി തന്നെ ഈ കംപ്ലീറ്റ് കല്യാണത്തിന് ശേഷം എന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. കാരണം ഞാനും ആ ഒരു വ്യക്തിയും നല്ല രീതിയിൽ കുറെ മുന്നേ ഏതോ ഒരു റീസണ് വേണ്ടി നമ്മൾ അടിയായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് കൂടിയും അതൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം അതവിടെ കഴിഞ്ഞു. പാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അതവിടെ കഴിഞ്ഞിട്ട് കൂടിയും ആ ഒരു വ്യക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ഒരു നല്ല എന്താ പറയാ ഒരു സ്വഭാവ ഗുണം കാണിക്കുന്ന ഒരാളുടെ മനസ്സുകൊണ്ടാണ് അവർ വന്നത്. അതായത് നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടി നമ്മുടെ അടുത്ത് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കപ്പിൾസോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസും അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കല്യാണം കഴിക്കുന്നു അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് അത് മാത്രമല്ല ഭയങ്കര സെറ്റിൽ ഡൗൺ ആയിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൂക്കില് പല്ലി വന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതൊരു മിസ്കൺസെപ്റ്റ് ആണ്. അതായത് നമ്മളൊരു വെൽ സെറ്റിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് കൂടിയും അതായത് നമുക്കൊരു കുട്ടി എല്ലാം ആവണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലെവലിൽ എത്തണ്ടേ, എന്നിട്ട് മതി കുട്ടി എന്നൊക്കെ വിചാരിക്കുന്നതിൽ വളരെ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗോൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു എയിമോ കാര്യങ്ങളോ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും, തടസ്സങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലേ, അതായത് അങ്ങനെ എന്തൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെതിരെ ഓടും. അങ്ങനെയാണ് മനുഷ്യരെ സർവൈവൽ സ്കില്ല് ദൈവം തന്നിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും നമ്മളിപ്പോ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാലും അവനവന് സ്വന്തം കാലിൽ നിൽക്കണം. എന്ത് ജോലിയായാലും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഏജ്, ദൂരം ഇതൊന്നും ഒരു മാറ്റർ അല്ല. നമുക്ക് നമ്മുടെ ജീവിതം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താ എല്ലാരും പറയുന്ന പോലെ ഇത് പ്രാരാബ്ദം തലയിലേന്തി ഇങ്ങനെ കല്യാണം കഴിച്ചാൽ പ്രാരാബ്ദം ഇങ്ങനെ മുഖത്ത് തൂക്കി ഇങ്ങനെ നടക്കണം, അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളും ഞാനും കേൾക്കേണ്ടി വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതാണ്. ചിലരെ അതും ഞാൻ ആരാണെന്ന് പറയൂല, വളരെ ചുരുക്കം ആൾക്കാരായിരുന്നു. ചിലരെ ഒരു 10 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു മൂന്നോ നാലോ പേരേ ഉള്ളൂ അങ്ങനെ. ഈ കുസില് നമ്മൾ ഫ്ലഷ് അടിച്ചിട്ട് ലാസ്റ്റ് 99 ആ സാധനം ഞാനതൊന്നും നമ്മൾ കണക്കാക്കൂല, അത് നമുക്ക് വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ ആരെയും വലുതായിട്ട് തലയിലെടുത്ത് വെക്കാതിരുന്ന ആര് പോയാലും നമുക്കൊരു പ്രശ്നമില്ല.
പിന്നെ തലയിലെടുത്ത് വെക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടുമാണ് എടുത്ത് വെക്കുക. അതാണ് നമ്മൾ രണ്ടുപേരും പഠിച്ച പാഠം. ഞാൻ ഒരുപാട് കാലം മുന്നേ അത് പഠിച്ചതാണ്. ഇവൻ ഈ ഇടയ്ക്കാണ് അത് പഠിച്ചത്. നല്ല എക്സ്പീരിയൻസ് എനിക്ക് ഒരു കൊല്ലമായിട്ടാണ് ഞാൻ ഈ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പൊ കിട്ടിയത്. ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ വരെ ഉള്ളൂ ആരും. ആ ആള് നമ്മളടുത്തുനിന്ന് പോയാൽ ഓക്കെ പൊക്കോട്ടെ, ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ ആ സ്കില്ല് പഠിച്ച് വരുന്നേ ഉള്ളൂ ഗൈസ്. ഇവനിപ്പം കുറച്ച് ആ സ്കില്ല് പഠിച്ചിട്ടുണ്ട്. അതായത് അത് നമ്മൾ എന്തിനു വിഷമിക്കുന്ന അവരുള്ള നമുക്ക് നമ്മളെ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം അവരുണ്ട് ഫ്രണ്ട്സ് ആയാലും ആരായാലും അവര് ചിലപ്പം എപ്പോഴും കാണണമെന്നില്ല. ചിലപ്പം ഇവനും ഞാനും മാത്രമേ കാണൂ ജീവിതകാലം മൊത്തം, ഫ്രണ്ട്സും കാണണമെന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ വെക്കണ്ട. അപ്പൊ ഇപ്പൊ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു സംഭവം ഇങ്ങനെ ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലാണ്. കാരണം ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ എപ്പോഴും ഇവരോട് പറയുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മളെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് നിങ്ങളോടും ഇത് നമ്മൾ പങ്കുവെച്ചിട്ടില്ലെങ്കിൽ അതൊരു തെറ്റായി. ഇവിടെ അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യം. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ ലവ് സ്റ്റോറി ചോദിച്ചിട്ട് ഡയറക്റ്റ് മെസ്സേജും കാര്യങ്ങളെല്ലാം അയക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് നമ്മള് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറയാം. അതായത് ചില ആൾക്കാര് ഇപ്പോഴും ഇവരെന്താ ചോദിക്കുന്നതെന്ന് അറിയാം. അതായത് കുറച്ച് ആൾക്കാർ ഇപ്പോഴും മറ്റേ ലോങ് ഡിസ്റ്റൻസ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ആവുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് കല്യാണം നടത്തി എത്തിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത്. അതില് കുറച്ച് ആൾക്കാർ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ പിറ്റേ ദിവസം മെസ്സേജ് അയച്ചിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് പേരല്ല, അത്യാവശ്യം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അവര് ചില സർവീസസ് ആയിരുന്നു ചോദിച്ചത്, ഇതെങ്ങനെ നമുക്ക് അങ്ങനെയാക്കാം, അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം നമ്മൾ കുറച്ച് കോണ്ടാക്ട് കാര്യങ്ങളെല്ലാം ബന്ധിപ്പിച്ചത് എങ്ങനെയാണെന്ന് അവർക്കറിയാം. സെറ്റിൽ ആയി കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ ഒരു ഹാപ്പി മാരീഡ് ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടും ഉണ്ടാവണം. അപ്പൊ ഗൈസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇത് പറഞ്ഞിട്ട് കുത്ത് കിട്ടിയവർക്ക് മനസ്സിലായി കാണും. ഇനിയെങ്കിലും കുത്ത് കിട്ടിയവർ അവിടെ മാറി നന്നാവ്, എനിക്ക് അതേ പറയുള്ളൂ. ഇനി ആ കണ്ടവർക്ക് ആ മനസ്സിലാക്കണം ആർക്കാണ് കിട്ടിയത്. അതായത് കുറച്ച് നന്നാവും. ഇനിയെങ്കിലും നന്നാവും വേണ്ട, മിണ്ടാതെ വായും വെച്ച് മിണ്ടാതിരുന്ന ഒരു പ്രശ്നവും ഇല്ല. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി പോവാ. അല്ലേ, അത്രേ ഉള്ളൂ. ഇനി നമ്മള് നല്ല നല്ല അടിപൊളി ചലഞ്ചസും കാര്യങ്ങളായിട്ട് വരാൻ പോകുന്നുണ്ട്. അതായത് മുന്നേ നമ്മുടെ ചാനലിൽ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചൊരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പോരാതെ ഇപ്പം ഇവള് എന്റെ കൂടെ ഇതുവരെ അങ്ങനെ നല്ല രീതിയിൽ, അതായത് അച്ഛനും അമ്മയും ചേർത്തിട്ടുള്ള രീതിയിൽ ഇവള് നമ്മളിപ്പോ ചലഞ്ചിന് വന്നിട്ടില്ല. ഇപ്പം നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് കാര്യങ്ങൾ പിന്നെ നെയ്ബേഴ്സ് ഇവരെല്ലാം സപ്പോർട്ടീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു ക്യാമറമാനെ വേണമെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലത്തെ അല്ല, നമ്മൾ ഏതൊരു ദിവസം ഒരു വീഡിയോ എടുത്തിട്ടില്ല, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രൊഡക്റ്റ് നമുക്ക് കയ്യിൽ വന്നുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് കിടക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ട്രൈപോഡാണ്. കാരണം എന്റെ ഹൈറ്റില്, ഇവളെ ഹൈറ്റ് ലെവലിന് ചെറിയ സെൽഫി സ്റ്റിക്ക് ആണെങ്കിലും ഓക്കെ, എന്റെ ഹൈറ്റ് ലെവലിൽ അത് പറ്റുന്നില്ല. അപ്പൊ നമ്മള് ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രൈപോഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ള ആൾക്ക്, അത് നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോ ആർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആള് സപ്പോർട്ടും ഇല്ലാണ്ട് ഈ സംഭവം എടുക്കാൻ പറ്റും. നമ്മളിനി പുതിയ നല്ല അടിപൊളി കണ്ടന്റ്സ് ആയിട്ട് ഇനി നിങ്ങളെ മുന്നിൽ വരുന്നതായി. അതുവരേക്കും ബൈ.